മുസ്ലിം ലീഗ് സമസ്ത തർക്കം ഇനിയും രൂക്ഷമായേക്കും. സമസ്തയിലെ ഒരു വിഭാഗം നടത്തുന്ന മുസ്ലിം ലീഗ് വിരുദ്ധ നീക്കങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മഹല്ലുകളിലെ കൂടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇതിനുവേണ്ടി സമസ്ത ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കും. ഫലത്തിൽ സമസ്തയെ പിളർത്താനാണ് നീക്കം. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് സമസ്ത നേതൃത്വത്തിന് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ ഇത് സമസ്ത തള്ളാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ മഹല്ലുകളിലടക്കം അത് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനിടെ വിട്ടുവീഴ്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ലീഗ് തയ്യാറാണ്. ഇതിന് വഴങ്ങിയില്ലെങ്കിൽ മാത്രമേ കടുത്ത നടപടികൾ ഉണ്ടാകൂ. അതിനിടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ മുസ്ലിം ലീഗിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥയുമായി സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വിലയിരുത്തുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാമിനെ സ്ഥാനത്ത് നിന്ന് മാറ്റും. തർക്കം രൂക്ഷമാക്കിയത് പലപ്പോഴും PMA സലാമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നേതൃത്വത്തിൽ മതിയായ അഴിച്ചുപണി നടത്താൻ ലീഗ് തയ്യാറെടുക്കുന്നത്. സമസ്തയുമായി മികച്ച ബന്ധം സൂക്ഷിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ആവശ്യം. പാർട്ടിയുടെ ദേശീയ സഹഭാരവാഹി സ്ഥാനവും തിരൂരങ്ങാടി പോലുള്ള ഒരു നിയമസഭാ സീറ്റും വേണമെന്ന സലാമിന്റെ ആവശ്യം ലീഗ് പരിഗണിച്ചേക്കും. PK കുഞ്ഞാലിക്കുട്ടി ലീഗ് സംസ്ഥാന നേതൃസ്ഥാനത്ത് വന്നാൽ സംസ്ഥയുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഇതിനൊപ്പം സംസ്ഥയിലെ ലീഗ് വിരോധികൾക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യം. ലീഗ് രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കുന്നവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഖാസി സ്ഥാനത്തിനുള്ള യോഗ്യത ചോദ്യം ചെയ്ത മുക്കം ഉമ്മർ ഫൈസിക്കെതിരെയും സുപ്രഭാതത്തിലെ വിവാദ പരസ്യത്തിന്റെ കാര്യത്തിലും ഒരാഴ്ചയ്ക്കകം നടപടിയെടുത്തില്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച് പ്രതിരോധിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. സമസ്ത ആദർശ സംരക്ഷണ സമിതി ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച മലപ്പുറത്ത് അഡ്ഹോക് കമ്മിറ്റി ചേർന്ന് ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കും. ആവശ്യമെങ്കിൽ സ്ഥിരം സമിതിയാക്കി മാറ്റും. ഉമർ ഫൈസി മുക്കം, സത്താർ പന്തല്ലൂർ, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംസ്ഥയിലെ ഒരു വിഭാഗം CPM-ന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. ഇക്കാര്യം മഹല്ല് തലങ്ങളിൽ യോഗം വിളിച്ച് ബോധവൽക്കരിക്കും. സംസ്ഥയെ പിളർത്തി ദുർബലപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് സമിതി ആരോപിക്കുന്നത്. പക്ഷേ സമിതി ഉണ്ടായാൽ അത് സംസ്ഥയെ എല്ലാ അർത്ഥത്തിലും പിളർത്തും. തർക്കം ഏതെങ്കിലും ഘട്ടത്തിൽ പിളർപ്പിലേക്ക് എത്തുകയാണെങ്കിൽ അണികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമം. സംസ്ഥാന ലീഗ് തർക്കത്തിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതൃത്വവുമായി അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ച തുടരും. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സംഘടനയാണ് മഹല്ല് ഫെഡറേഷൻ. അവരുടെ പങ്കാളിത്തത്തോടെയാണ് സമിതിയുടെ പ്രവർത്തനം. സംസ്ഥയിലെ ഭൂരിഭാഗം മുഷാവറ അംഗങ്ങളും മുസ്ലിം ലീഗുമായി യോജിച്ചു പോകണമെന്ന അഭിപ്രായമുള്ളവരാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് തിരിച്ചടി നൽകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇത് നടക്കില്ലെന്ന് ലീഗും വിശദീകരിക്കുന്നു. ടീം സമസ്ത എന്ന പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ വീടുകൾ കയറി ലീഗിനെതിരെ പ്രചരണം നടത്തിയിട്ടും അബ്ദുസ് സമദാനിക്ക് വോട്ട് കൂടുകയാണ് ഉണ്ടായതെന്ന് ലീഗ് അനുകൂലികൾ പറയുന്നുണ്ട്.